അസ്സലാമുഅലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ അതേ ഊട്ടിയിലെത്തി റൂമൊക്കെ എടുത്ത് താമസിച്ചിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള വീഡിയോ ഇടാൻ വേണ്ടി തിരക്കായിപ്പോയി ഗൈസ്, അതുകൊണ്ടാണ് ഇത്ര നേരം വൈകിയത്. അപ്പൊ അതേ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല തണുപ്പായിരുന്നു. അതാ മെയിൻ. ഇവിടെക്കാണെങ്കിൽ എണീറ്റ് കഴിഞ്ഞാൽ തന്നെ ചൂടായിരിക്കും, അവിടെ എണീറ്റ് കഴിഞ്ഞപ്പോൾ നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതാ അയാനൊക്കെ എപ്പോഴോ ഇറങ്ങി എണീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അയാൾ വന്ന് നോക്കാണ് ഇവിടെ എങ്ങനെയുണ്ട് എന്നൊക്കെ. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പുറത്ത് പോയക്കുമ്പോഴുണ്ട് മൂപ്പരവിടെ വെയിൽ കൊണ്ടിരിക്കണു ഗൈസ്. ഞാൻ ചോദിച്ച വെയിൽ കൊള്ളാതിരിക്കുകയാണോ, തണുപ്പും വെയിലും അവിടെ ഒരു തണുപ്പും വെയിലും കൂടി ആയപ്പോഴേ കുറച്ചൊരു നല്ല സുഖം ഉണ്ടായിരുന്നു ഇരിക്കാൻ വേണ്ടിയിട്ട്. വെയിലടിക്കുന്നതുകൊണ്ട് ചൂടുമുണ്ട് തണുപ്പുമുണ്ട്, അങ്ങനെയുള്ളൊരു കാലാവസ്ഥ ആയിരുന്നു കേട്ടോ അവിടെ പോയി ഇരുന്നപ്പോൾ. അപ്പൊ ഞാൻ അവിടെ ഇങ്ങനെ ഇരുന്ന് വെയിൽ കൊള്ളാണ് ഗൈസ്. അപ്പോൾ ഞാൻ പോയി നോക്കി. അങ്ങനെ ഞാനൊന്ന് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ട് അകത്തേക്ക് വന്ന് കുളിച്ച് റെഡിയായി സെറ്റ് ആയിട്ടോ. ഞാൻ ഈ ഡ്രസ്സ് തന്നെ ആട്ടോട്ട് സത്യം പറയണമെങ്കിൽ ഒരൊറ്റ ദിവസത്തെ ട്രിപ്പിന് പോയതാണ്, അതാണ് ഇപ്പൊ ഇത്രയും നീണ്ടുപോയത്. അപ്പോൾ നമ്മള് ഇന്ന് ഊട്ടി പോയിട്ട് കറങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാന്നായിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷെങ്കിൽ രാത്രി വരെ അങ്ങനെയായിരുന്നു. രാവിലെ ആയപ്പോ പ്ലാൻ ചേഞ്ച് ആയി ഗൈസ്. അതെന്താന്നുള്ളത് പറയാട്ടോ. അപ്പൊ നമ്മളെല്ലാരും റെഡിയായി നമ്മൾ ഊട്ടി കറങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. അയാനിതാ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് ഇരിക്കുകയാണ്. പിന്നെ ഇവിടെ വേറൊരാൾ കൂടി കൂളിംഗ് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. അതൊക്കെ പിന്നെ കാണിക്കാം. ഓക്കെ, അങ്ങനെ കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഡോൾഫിനോസിക്കാണ് കേട്ടോ. ഡോൾഫിനോസ് പോയപ്പോ വ്യൂ കാണാനും അതേപോലെ കോട കാണാനും കൂടിയാണ് പോയത്. പക്ഷെ കോട നമുക്ക് കാണാൻ വേണ്ടി പറ്റിയില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഉസ്മാനും പോയപ്പോ കോട കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇത്താത്തെ നമ്മളെല്ലാവരും കൂടി പോയപ്പോ കോട കിട്ടിയില്ല, വ്യൂ കാണാൻ വേണ്ടി പറ്റി. അന്ന് എനിക്ക് വ്യൂ കാണാൻ വേണ്ടി പറ്റിയില്ലായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ എത്തിയപ്പോ ഇതേപോലെ ഇൻഡോർ അല്ലേ, ഇൻഡോർ പ്ലാനറ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ നോക്കി അവിടുന്ന് ഇത്താത്ത 2 ചെടി വാങ്ങി കേട്ടോ. നല്ല ഭംഗിയുള്ള, എനിക്ക് ഇത് ഇഷ്ടമായി, കളർഫുൾ ആയിട്ടുള്ള ചെടി. അതിന്റെ മുകളിൽ സ്മെല്ല് വരും എന്നൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടോ. അതുള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ അറിയില്ല. മണത്തൊക്കെ എനിക്ക് മണമൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ അതൊക്കെ വാങ്ങി നമ്മൾ വ്യൂ ഒക്കെ കണ്ടു. എല്ലാ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. പറ്റിയ വീഡിയോ എടുത്തിട്ട് ഇട്ടേക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എങ്ങോട്ടേക്കാന്ന് വെച്ചാല് നമ്മളെ ആ ഗാർഡന്റെ പേരെന്തായിരുന്നു? ഓക്കെ, ഊട്ടിയിലുള്ളൊരു ഗാർഡൻ ഉണ്ടല്ലോ, അവിടേക്കാട്ടോ പോയത്. അവിടെ പോകുന്നതിന് മുൻപ് നമ്മൾ ഡോൾഫിനോസിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അവിടെ കുറേ തേയിലത്തോട്ടൊക്കെ ഉണ്ടായിരുന്നു. അവിടെ താത്തി അല്ലെങ്കിൽ അയാനൊക്കെ കയറി അവിടുന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ അവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടുന്ന് അവർ ഫോട്ടോസ് ഒക്കെ എടുത്ത്. എന്ത് രസമല്ലേ ഇത് കാണാൻ തന്നെ, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല തണുപ്പ്, അതാണ് ഈ മെയിൻ. ഓക്കെ, അപ്പോൾ തേയിലത്തോട്ടത്തിലൊക്കെ കയറി ഫോട്ടോസ് ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഒരു കട്ട മാത്രമായിരുന്നു കേട്ടോ കുടിച്ചത്. അതുകൊണ്ട് നല്ല വിശക്കാൻ വേണ്ടി തുടങ്ങി നമ്മൾ ഡോൾഫിനോസിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക്. അപ്പൊ നമ്മൾ വിചാരിച്ചാൽ പിന്നെ നമുക്ക് ചായ കുടിക്കാം. അവിടെ തന്നെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ കയറിയിട്ട് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. ചായക്ക് നമ്മൾ നാന് അതേപോലെ വേറെ എന്തോ റൊട്ടിയോ അങ്ങനെ എന്തോ, പിന്നെ ബട്ടർ ചിക്കൻ അതേപോലെ ചിക്കൻ ചില്ലി അതൊക്കെ ഓർഡർ ചെയ്തോട്ട് കഴിച്ചു. എങ്ങനെ ഉണ്ടാവും അറിയില്ലല്ലോ, തമിഴ്നാടല്ലേ, അപ്പൊ നമ്മളെ ടേസ്റ്റ് കിട്ടുമെന്ന് അറിയില്ലായിരുന്നു കേട്ടോ. പക്ഷേ എങ്കിൽ അടിപൊളിയായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല, അടിപൊളിയായിരുന്നു. ബട്ടർ ചിക്കനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് സ്പൈസി ആയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മളിതാ ഫോട്ടോസൊക്കെ അവിടുന്ന് തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് എടുപ്പിക്കൊക്കെ ചെയ്ത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ നേരെ പോയത് ബൊട്ടാണിക്കൽ ഗാർഡൻ. യെസ്, ഗാർഡന്റെ പേര് കിട്ടിയ യെസ്. ഓക്കെ, ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാട്ടോ പോയത്. അങ്ങനെ അവിടെ ഇരുന്ന് കുറെ നേരം എന്താ പറയാ കുറച്ച് കറങ്ങി. ഒരുപാട് കറങ്ങിയില്ല കേട്ടോ, കാരണം ഓൾറെഡി ഡോൾഫിനോസിൽ പോയപ്പോൾ തന്നെ കുറച്ച് ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം കറങ്ങി. അങ്ങനെ കറങ്ങി കഴിഞ്ഞ് പിന്നെ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ. അയാൻ്റെ ഒറ്റയ്ക്കുള്ള ഫോട്ടോ ആദ്യമായിട്ടാണ് ഇതേപോലെ ഫോട്ടോ ആയിട്ട് എടുക്കണമെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ അതൊക്കെ എടുത്ത് മൊബൈൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് സെറ്റായിട്ടുണ്ട് കേസ്. അങ്ങനെ നമ്മളെല്ലാവരും ഗ്രൂപ്പ് ഫോട്ടോ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ, ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എവിടെ ആയിരുന്നു പോയത്? പൈൻ ഫോറസ്റ്റ് കാണാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ പോയത്. പക്ഷേങ്കില് പൈൻ ഫോറസ്റ്റിൽ കയറിയില്ല. അത് കഴിഞ്ഞ് അതിന് കുറെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലായിരുന്നു കേട്ടോ. അങ്ങനെ പൈൻ ഫോറസ്റ്റ് കയറാണ്ട് നമ്മൾ വേറൊരു കുട്ടിയൊക്കെ കളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ കയറിയിട്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ പ്ലാൻ മാറ്റി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ശരിക്കും ഇന്ന് രാത്രി നമ്മൾ വീട്ടിൽ പോകേണ്ടതാണ്. പക്ഷേ നമ്മൾ വീട്ടിൽ പോയില്ല. നമ്മളെ പ്ലാൻ മാറ്റിയതുകൊണ്ട് നമ്മൾ എങ്ങോട്ടാ പോയതെന്ന് വെച്ചാൽ നമ്മൾ മൈസൂർക്കാണ് ഗൈസ് പോയത്. ഓക്കെ, മൈസൂർ നമ്മളെ എന്താ പറയുക പ്ലാനിലേ ഇല്ലായിരുന്നു കേട്ടോ, പെട്ടെന്ന് വന്നൊരു സംഭവമായിരുന്നു. അങ്ങനെ നമ്മൾ നേരെ ഊട്ടിയിൽ നിന്ന് മൈസൂർക്ക് വിട്ടു ഗൈസ്. ഫുഡൊക്കെ കഴിച്ച് നേരെ മൈസൂർക്ക് വിട്ടു. അങ്ങനെ എന്താ പറയുക ബന്ദിപ്പൂർ കൂടെയൊക്കെ നല്ല അടിപൊളി യാത്രയായിരുന്നു കേട്ടോ. ആനയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ മൈസൂരെത്തി ഗൈസ്. മൈസൂർ എത്തുമ്പോൾ തന്നെ നല്ല നേരം വൈകിണ്ടായിരുന്നു. ഒരു 10, 11, 12 മണി ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പിന്നെ അത് ആ പാലസ് കണ്ടു. പിന്നെ നമ്മൾ അവിടെ അടുത്ത് തന്നെ ഒരു റൂം എടുത്ത് സ്റ്റേ ചെയ്തു. പിന്നെ മൈസൂർ കറങ്ങാൻ പോയതൊക്കെ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം. അപ്പൊ ടാറ്റാ ബൈ ബൈ, സീ യു.